നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ദേശീയ നേതൃത്വം NDA നേതൃത്വത്തിന് വലിയ തോതിലുള്ള പണം എങ്ങനെയൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് സ്മൃതി ഇറാനി അടക്കമുള്ള നേതാക്കൾ നേരത്തെ പങ്കുവച്ചതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഗീർവാണം വിടാൻ വേണ്ടി മാത്രം അവരത്തരത്തിൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും അത് ചങ്ക് പൊള്ളുന്ന അവസ്ഥയായിരുന്നു. കാരണം വളരെ കോൺഫിഡൻഷ്യലായി പല നേതാക്കളുമായി സഹകരിച്ച് ഈ രീതിയിൽ തട്ടിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ നോംസിനെ ധിക്കരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെയാണ് ഇലക്ട്രൽ ബോണ്ടിൻ്റെ ധനസമാഹരണം മറ്റ് വഴികളിലൂടെ ആക്കുന്നത്, ക്രിപ്റ്റോ കറൻസിയിലൂടെയും മറ്റും ഈ രാജ്യത്ത് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പരിധിയിൽ വരാത്ത രീതിയിൽ, അതല്ലെങ്കിൽ ചട്ടപ്രകാരമുള്ള നിയമ നടപടിക്ക് വിധേയപ്പെടാതെ എങ്ങനെയൊക്കെയാണ് കള്ളത്തരത്തിലൂടെ പണം സമ്പാദിച്ചു കൂട്ടിയത് എന്നുള്ളത് റിസർവ് ബാങ്കിന് നല്ലപോലെ അറിയാം. രഘുറാം രാജൻ ആ വിഷയത്തിലായിരുന്നു BJP നേതൃത്വത്തെ അതിശക്തമായി വിമർശിച്ചതും രംഗത്ത് വന്നത്. രഘുറാം രാജനെ ഒരുപാട് തവണ BJP തേജോവധം ചെയ്തു. അദ്ദേഹത്തെ ജയിലിലടയ്ക്കാനുള്ള ശ്രമങ്ങൾ വരെ നടത്തി നോക്കി. അവർക്ക് ഇഷ്ടമല്ലാത്തവരെ, അതിന് ഏത് ജാതിയുടെയും മതത്തിൻ്റെ പേരിലായിരുന്നാലും അവരെ രാജ്യദ്രോഹികളാക്കി അവർക്കെതിരെ UAPA ചുമത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ ഒരിക്കലും ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചാർത്തി അവരെ പുറത്ത് കൊണ്ടുവരാതിരിക്കാൻ, പുറം ലോകം കാണിക്കാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്താൻ തുടങ്ങിയിട്ട് കാലമേറെയായി. സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിലായിരുന്നാലും, ഗോവിന്ദ് പൻസാരയുടെ കാര്യത്തിലായിരുന്നാലും, കലബുർഗിയുടെ കാര്യത്തിലായിരുന്നാലും നമ്മൾ ഇതെല്ലാം സാക്ഷ്യം വഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. പല സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ ആ സ്റ്റേറ്റിലെ BJPയുടെ യൂണിറ്റിന് കണ്ടമാനം പൈസ എങ്ങനെ കുമിഞ്ഞുകൂടുന്നു എന്നതിൻ്റെ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഞെട്ടിക്കുന്ന ഭീമമായ പല കള്ളക്കളികളുടെയും യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാവുകയാണ്. ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം സുപ്രീം കോടതി തന്നെ ശക്തമായി നിരോധിച്ച സമയത്തും ഇവിടെ കള്ളപ്പണം വലിയ തോതിൽ ഒഴുകിയിരുന്നു എന്നുള്ളതിൻ്റെ സകല ഞെട്ടിക്കുന്ന തെളിവുകളും ഇപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ അത്തരത്തിലുള്ള സൂചനകൾ കൊണ്ട് ഞെട്ടിച്ചിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 10,000 കണക്കിന്, ദശലക്ഷക്കണക്കിന് കോടി രൂപ കൃത്യമായി ഖജനാവിൽ എത്തേണ്ട തുക വകുപ്പ് മാറ്റി ചിലവഴിച്ചതും ജനകീയാസൂത്രണ പദ്ധതികളുടെ പേരിൽ സാധാരണക്കാരെ മുഴുവൻ വിഡ്ഢികളാക്കിക്കൊണ്ട് ആ പണം എങ്ങനെയാണ് BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്നതും ജനങ്ങളെ മുഴുവൻ വിഡ്ഢിവേഷം കെട്ടിച്ച്, പൊട്ടം കളിപ്പിച്ച്, ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് എങ്ങനെയൊക്കെയാണ് അധികാരം പിടിച്ചെടുക്കാൻ കഴിഞ്ഞത് എന്നതും ഇപ്പോഴത്തെ ലിസ്റ്റുകളുടെ മുഴുവൻ ട്രൂ കോപ്പി മനസ്സിലാക്കുമ്പോൾ നമുക്ക് പിടികിട്ടും. റിസർവ് ബാങ്ക് ഗവർണർ അദ്ദേഹത്തിൻ്റെ സ്വത്തും ജീവനും സംരക്ഷിക്കാനുള്ള നെട്ടോട്ടത്തിലാണോ എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ.